യുവവാണി. ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത ഗായത്രി ജയൻ കൃഷ്ണനുമായുള്ള അഭിമുഖം. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണി പരിചയപ്പെടുത്തുന്നു ബംഗളൂരുവിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത കാലടി ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണൻ. ഗായത്രിക്ക് യുവവാണിയിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ വേൾഡ് യൂത്ത് പാർലമെൻറ്റ് എന്നൊക്കെ ഞാൻ പരിചയപ്പെടുത്തി. അപ്പോൾ എന്താണ് ഈ വേൾഡ് യൂത്ത് പാർലമെൻറ്റ് എന്ന് അറിയാനായി നമ്മുടെ ശ്രോതാക്കൾക്ക് ആഗ്രഹം കാണും. പക്ഷേ അതിനു മുൻപ് ഗായത്രിയെക്കുറിച്ച് ചില വിവരങ്ങൾ നമുക്കറിയാം. ഗായത്രിയുടെ നാട് എവിടെയാണ്? ഇപ്പോൾ പഠിക്കുന്നത് കാലടിയിലാണെന്ന് ഞാൻ പറഞ്ഞു. അവിടെ എന്താണ് പഠിക്കുന്നത്? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാം. എൻ്റെ വീട് തൃശ്ശൂർ കൊടകരയാണ്. ഞാൻ കറൻ്റ്ലി കോളേജിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. ഒരു വെറൈറ്റി സാധനം ഞാൻ പിടിക്കാന്ന് വെച്ചാൽ എൻ്റെ ഫുൾ ചൈൽഡ്ഹുഡ് മൊത്തം ഞാൻ ഏകദേശം നോർത്തിലായിരുന്നു. എൻ്റെ ഫാദറുടെ ജോലി കാരണം ഞാൻ ജനിച്ചത് ജബൽപൂരും, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മാറി ചണ്ഡീഗഡൊക്കെ പോയി. എന്നിട്ട് പിന്നെ ഒരു 1ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് വരെ ഹൈദരാബാദിലായിരുന്നു സെറ്റിൽഡായിട്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് വീണ്ടും 7ാം ക്ലാസ് ആയപ്പോഴാണ് ഞാനിവിടെ കേരളത്തിലെത്തിയത്. പിന്നെ 7ാം ക്ലാസ് തൊട്ട് തുടർന്ന് ഇവിടെ കൊടകരയിൽ തന്നെ ഒരു സരസ്വതി എന്ന് പറഞ്ഞൊരു സ്കൂളിൽ പഠിച്ചു. എന്നിട്ട് അവിടെ നിന്ന് നേരെ കോളേജ് ആദിശങ്കറിലേക്ക് എത്തി, എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തിട്ട്. ഓക്കെ, അതാണ് ഗായത്രിയുടെ കഥ. അപ്പോൾ ചെറുപ്പകാലത്ത് ഒരുപാട് നാടുകളിൽ ഇങ്ങനെ താമസിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ ഒരു ലൈഫിനെ ഒന്ന് ഷേപ്പ് ചെയ്തത്? അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ സെൻസ്. ബിക്കോസ് നമ്മൾ നമ്മുടെ നാടിൽ നിന്ന് പുറത്ത് കടക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസുകൾ നമ്മൾ പഠിക്കാം. ഞാൻ പേഴ്സണലി ഭയങ്കര ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ മീ. നമ്മൾ പുറം നാട്ടിൽ നിന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യും. സോ ഐ ഫീൽ ലൈക്ക് ഞാൻ ത്രൂ ഔട്ട് എത്രയൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, എത്ര ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടോ, അവരുടെ ഒക്കെ പേഴ്സ്പെക്റ്റീവ്സും ലൈഫും നമ്മളെ നല്ലോണം ഷേപ്പ് ചെയ്യും. ആൻഡ് പേഴ്സണലി എനിക്ക് ആ ഒരു ഭാഗ്യം അറ്റ് എ യങ്ങർ ഏജ് എനിക്ക് കിട്ടി. സോ നമ്മൾ പുതിയൊരു സ്ഥലത്ത് എത്തുമ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ആയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എത്ര പേരാണെങ്കിലും. എനിക്ക് പേഴ്സണലി ഇങ്ങനെ തോന്നിക്കുന്നത് നമ്മുടെ നാട്ടിലാവുമ്പോഴത്തേക്കും വി ആർ വെരി പ്രൗഡ് ടു ബി ഇൻ കേരള. ഐ ആം ഓൾസോ വെരി പ്രൗഡ് ടു ബി ഇൻ കേരള എന്നോട്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് പുറത്ത് കടന്ന് കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇറ്റ് റിയലി ബ്രോഡൻസ് ദ മൈൻഡ്. സോ ആ വ്യത്യാസം നമുക്ക് ആൾക്കാരുടെ കൂടെ സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. സോ ഇറ്റ് ഹാസ് ഷേപ്ഡ് മീ എ ലോട്ട് ആസ് എ പേഴ്സൺ ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് എൻ്റെ പേരൻസ് വഴി എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടി, എക്സ്പോഷർ കിട്ടി എന്നുള്ളൊരു കാര്യത്തിൽ. അതൊരു പക്ഷേ ഈ വേൾഡ് യൂത്ത് പാർലമെന്റിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സഹായിച്ച് കാണുകയും ചെയ്യും അല്ലേ? അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ആ വേൾഡ് യൂത്ത് പാർലമെന്റിലേക്ക് വരാം. ആ ഒരു ഇവന്റിൽ പങ്കെടുത്തതാണല്ലോ ഇങ്ങനെയൊരു മീറ്റിങ്ങിൽ, ഇങ്ങനെയൊരു കൂടിക്കാഴ്ചയ്ക്ക് തന്നെ നമുക്ക് കാരണമായത്. അപ്പോൾ എന്താണ് വേൾഡ് യൂത്ത് പാർലമെന്റ്? ആ ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റ് എന്തിനെ കുറിച്ചായിരുന്നു? വേൾഡ് യൂത്ത് പാർലമെന്റ് എന്ന് പറഞ്ഞത് ബേസിക്കലി ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. NSS വോളണ്ടിയേഴ്സിന് ഒരു ഇന്റർനാഷണൽ ലെവൽ വരെ ഒരു എക്സ്പോഷർ കിട്ടാനും സ്പീച്ച് പറയാനും ഒപ്പീനിയൻ പറയാനുള്ള ഒരു എക്സ്പോഷർ കിട്ടാനായിട്ടായിരുന്നു. നമ്മുടെ വേൾഡ് യൂത്ത് പാർലമെൻറ്റിൽ പല സ്റ്റേറ്റ്, ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിൽ നിന്നും NSS വോളണ്ടിയേഴ്സ് റീജിയണൽ കോർഡിനേറ്റേഴ്സ് വഴി സെലക്ട് ആയിട്ട് ബാംഗ്ലൂരിലേക്ക് നമ്മളെ എത്തിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ കൺട്രീസ് കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും കുറച്ച് പേര് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു 3 days സ്പാനിൽ അവർ നമ്മുടെ ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റിനെ അസസ് ചെയ്യും. 3 days 5 തീം വെച്ച് നമുക്ക് ഉണ്ടാവും. 5 തീമിൻ്റെ ബേസിസിൽ അവർ വന്നിട്ട് അവരുടെ യൂത്ത് മിനിസ്ട്രിയുടെ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ. അവർ ഓരോ ബില്ലുണ്ടാക്കും നമുക്ക് വേണ്ടിയിട്ട്. ഒരു ജനറലൈസ്ഡ് ബിൽ, അത്ര ഡീറ്റെയിൽ നോർമൽ പാർലമെൻറ്റിൽ വരുന്ന ബില്ലല്ല, കുറച്ചും കൂടി ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു ബില്ല് വരും നമുക്ക്. ആ ബില്ലിൽ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഇങ്ങനെ നിയമങ്ങൾ ഇത് അത്. അപ്പോൾ നമ്മൾ ഓരോ തീമിൽ ഓരോ ബില്ല് നമ്മൾ കേൾക്കുക, അനലൈസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അഭിപ്രായം പറയുക. ഒരു ക്വസ്റ്റ്യൻ അവർ ഉണ്ടാവും, അതിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് നമ്മൾ വോട്ടിംഗ് ഉണ്ടാവും, വോട്ടിങ്ങിൽ നമ്മൾ വോട്ട് ചെയ്യുക. ഇതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ കുറച്ച് പാനലിൽ ആൾക്കാരുണ്ടാവും. അവർ നമ്മുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ബെസ്റ്റ് ഡെലിഗേറ്റ് തരും.
അതായിരുന്നു ഒരു ഓവറോൾ വ്യൂ ഓഫ് ദ വേൾഡ് യൂത്ത് പാർലമെൻറ്റ്. ഓക്കെ, ഗായത്രിക്ക് കിട്ടിയ 5 തീമുകൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് ആക്ച്വലി അവിടെ ചെന്നപ്പോഴത്തേക്കും കേരളനെ റെപ്രസെൻ്റ് ചെയ്ത 6 പേരാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം നമ്മൾ ഏത് തീം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് തീമിൽ നമുക്ക് ഒപ്പീനിയൻ പറയണം എന്നുള്ള ഒരു കാര്യത്തിൽ. അതായത് ഈ 5 തീമിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ഏതിനൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ താല്പര്യമുണ്ടെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു വെക്കണം. അപ്പോൾ ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഐ വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ് ഫോർ ദ സൈബർ സെക്യൂരിറ്റി തീം. ആൻഡ് എനിക്ക് അഗ്രികൾച്ചർ കുറച്ചും കൂടി ക്ലോസ് ടു ഹാർട്ട് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അഗ്രികൾച്ചർ തീമിന് വേണ്ടിയിട്ട് ഞാൻ ഒപ്പീനിയൻ ഇടാമെന്ന് വെച്ചു. സോ ദാറ്റ്സ് വൈ അങ്ങനെയാണ് ഞാൻ ബേസിക്കലി 2 തീംസിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് സംസാരിച്ചത്. ബാക്കി തീമുകളിൽ എൻ്റെ പാർട്ടിസിപ്പൻസൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ദേ സ്പോക്ക് വെരി വെൽ. അവർക്ക് അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അവർ പൊളിറ്റിക്സ് ഒക്കെ ഡിഗ്രി എടുത്ത് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ യൂത്ത് ഇൻ പൊളിറ്റിക്സ് അങ്ങനത്തെ കുറേ തീം വരുമ്പോൾ അവരാണ് കുറച്ചും കൂടി കേപ്പബിൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനായിട്ട്. അപ്പോൾ അവരതൊക്കെ ഞാൻ അങ്ങനെ എല്ലാവരും വോളണ്ടിയറായിട്ട് ഇങ്ങനെ ഓരോന്ന് ചൂസ് ചെയ്ത് ഞങ്ങൾ ഒരു ടീമായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത് അതിന് വേണ്ടിയിട്ട്. അതിലേക്ക് സെലക്ഷൻ എങ്ങനെയായിരുന്നു ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട്? ഈ ഒരു പരിപാടിക്ക് നമ്മുടെ കേരള സ്റ്റേറ്റിൽ നമുക്ക് ആക്ച്വലി മൈ ഭാരതിൻ്റെ വക ഓൾറെഡി നാഷണലി യൂത്ത് പാർലമെൻറ്റ് നടക്കുന്നുണ്ട്. അതായത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്റ്റ് യൂത്ത് പാർലമെൻറ്റ് നടക്കും. ഇവിടെ നിന്ന് ജയിക്കുന്നവർ സ്റ്റേറ്റിലോട്ട് പോകും. സ്റ്റേറ്റിലും ജയിക്കുന്നവർ ഡൽഹിയുടെ യൂത്ത് പാർലമെൻറ്റിൽ പോയിട്ട് അവർക്ക് ഡൽഹിയുടെ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സിൻ്റെ ഫ്രണ്ടിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടും. ഇതാണ് യൂത്ത് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ആർക്ക് വേണമെങ്കിലും പോവാം. ഞങ്ങൾ NSSൻ്റെ ഭാഗമായിട്ട് എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യണോണ്ട് ഞാൻ ഡിസ്ട്രിക്റ്റിൻ്റെ യൂത്ത് പാർലമെൻറ്റിന് പോയി. ജസ്റ്റ് ടു ഗിവ് എ സ്പീച്ച്. നമുക്കൊരു ടോപ്പിക്ക് തരും 3 മിനിറ്റിൻ്റെ ഒരു സ്പീച്ച് കൊടുക്കാനായിട്ട്. അത് നമുക്ക് 3 ലാംഗ്വേജിൽ കൊടുക്കാം. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളത്തിൽ കൊടുക്കാം. ഞാൻ ഹിന്ദി ചൂസ് ചെയ്തു. എൻ്റെ ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള ഒരു സാറാണ് സിജോ സാർ. ഞങ്ങളുടെ NSS കോർഡിനേറ്ററാണ് പുള്ളിക്കാരൻ, പ്രോഗ്രാം ഓഫീസർ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഗായത്രി നീ ഇതിന് പോകണം. ഞാൻ ഇതിന് മുന്നേ നാഷണൽ പോയിട്ടുണ്ടായിരുന്നു വികസിത് ഭാരതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ആൾ പറഞ്ഞു നീ സ്പീച്ചിനും കൂടി പോകണം, അവസരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എറണാകുളം ഡിസ്ട്രിക്റ്റ്, ഞാൻ കോളേജ് എറണാകുളം ആയതുകൊണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ അവിടെ പോയപ്പോഴത്തേക്കും ഹിന്ദി എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും അവസാനത്തെ ചെസ് നമ്പർ ആയിരുന്നു. അപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല ഞാൻ ഹിന്ദിയിൽ പറയുന്നു. അവിടെ റീജിയണൽ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, കേരളനെ ഫുള്ളായിട്ട് NSS റെഗുലേറ്റ് ചെയ്യുന്ന വ്യക്തി. അവിടെ ഉപ്പിൻ സാർ ആണ് ആളുടെ പേര്, അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ആൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആളെ മുൻപരിചയമുണ്ട്, നമ്മൾ നാഷണൽ പോയ കാരണം. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഉണ്ടാവും നമ്മുടെ കൂടെ. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു ഞാനിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഞാൻ സ്പീച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര ഷോക്കായിപ്പോയി. ഇംഗ്ലീഷാണ് എല്ലാവരും പ്രതീക്ഷിക്കുക. അവിടെ വന്നവരൊക്കെ ഇംഗ്ലീഷ്, ആകെ 2 പേര് ഹിന്ദി പറഞ്ഞോളൂ. അതിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ ആൾ ഷോക്കായിപ്പോയി. എന്നിട്ട് ആൾ ഇറങ്ങിയ ഉടനെ എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഹിന്ദി അറിയാം അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നോർത്തിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഈ ലാംഗ്വേജ് കുറച്ചും കൂടി ഫ്ലുവൻസി ഉണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു നിന്നെ കണ്ടാൽ തോന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ മലയാളിയാണ്, കണ്ടാൽ തോന്നുന്നില്ല എനിക്ക് ഹിന്ദി അറിയാം. അങ്ങനെ ഹിന്ദി. അപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്തു. എന്നിട്ട് അവിടെ ഇത് സെലക്ഷൻ ഒക്കെ ആയി. അവിടെ കുറച്ചും കൂടി ഇംഗ്ലീഷിൽ നല്ലോണം പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് സെലക്ഷൻ കിട്ടി, എനിക്ക് കിട്ടിയില്ല. കുഴപ്പമില്ല, നമ്മൾ അത്രയ്ക്കും കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നില്ല. എക്സാമിൻ്റെ ഇടയിലായതുകൊണ്ട് കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്ത് പോയില്ല. അപ്പോൾ നമ്മുടെ റീജിയണൽ കോർഡിനേറ്റർ ആൾ വന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല, ഇനിയും അവസരങ്ങൾ വരും, അപ്പോൾ നമുക്ക് അതിനൊക്കെ പിടിക്കാം എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് താങ്ക് യു എന്ന് പറഞ്ഞു. ഞാൻ ആളോട് പറഞ്ഞു ഞാൻ സിജോ സാറിൻ്റെ സ്റ്റുഡൻറ്റും കൂടിയാണെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു യെസ് ഞങ്ങളുടെ സിജോ സാറിന് പ്രധാനമന്ത്രിയുടെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരി, ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസറിനായിട്ട്, ലൈക്ക് ദ്രൗപദി മുർമുയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ആൾ പറഞ്ഞു ആൾ നല്ല ആക്റ്റീവാണ് അങ്ങനെ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ശരി എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അതിനുശേഷം ഒരു രണ്ടാഴ്ച ഐ തിങ്ക് ആഫ്റ്റർ ലൈക്ക് 2 വീക്സ് സിജോ സാർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഒരു പാർലമെൻറ്റ് വരുന്നുണ്ട്, യൂത്ത് പാർലമെൻറ്റ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേരൊക്കെ കൊടുക്കുന്നുണ്ട്, പേര് നമ്പറൊക്കെ ഞാൻ ആൾക്ക് അയച്ചു കൊടുത്തു. ആൾ ശരിയൊന്നും സെലക്ഷന് വേണ്ടി ജസ്റ്റ് പേര് അയച്ചു കൊടുത്താൽ മതി, ഉപ്പിൻ സാറാണ് നോക്കി സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഡയറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആൾ പേര് കൊടുത്തു. ഒരു 3-4 ദിവസമായപ്പോൾ സിജോ സാർ പറഞ്ഞു ഇങ്ങനെ സെലക്ഷൻ ആയിട്ടുണ്ട്, ഞാനാണ് കൊണ്ടുപോണത്. അപ്പോൾ അപ്പോഴും ഞാൻ യൂത്ത് പാർലമെൻറ്റ്, സാധാരണ ഏതെങ്കിലും യൂത്ത് പാർലമെൻറ്റ് ആയിരിക്കും എന്ന് ആലോചിച്ചിരിക്കുക. എന്നിട്ട് സിജോ സാറ് സർക്കുലർ ഇട്ടു വേൾഡ് യൂത്ത് പാർലമെൻറ്റ്. ഷോക്കിംഗ് മൊമെന്റ്. ഞാൻ വിചാരിച്ചു അയ്യോ ഭഗവാൻ ഇത് വേൾഡ് യൂത്ത് പാർലമെൻ്റ് ആണല്ലോ, ഇത് എന്താണ് ഇതൊന്നും അറിയൂല. ഇപ്പം ഞാൻ പേഴ്സണലി ആദ്യമായിട്ട് ഒരു പാർലമെൻറ്റ് അറ്റൻഡ് ചെയ്യണം തന്നെ, കാരണം ഞാൻ ലൈക്ക് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നില്ലല്ലോ ഇതുവരെ. സോ ഞാൻ ഭയങ്കര ഓവർവെൽമായി, ഓ മൈ ഗോഡ് ഇതൊട്ട് വേൾഡ് യൂത്ത് പാർലമെൻ്റ് ആണെന്നുള്ള കാര്യം. പിന്നെ സാറ് ഇങ്ങനെ ഉപദേശിച്ചു, സാറ് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു.
അപ്പോൾ എൻ്റെ ഒപ്പം ഒരു 5 പേരും കൂടി സെലക്റ്റായി. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെനിക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെയാണ്, ഇതാണ് നടപടി, ഇതാണ് കാര്യങ്ങൾ. അങ്ങനെ ആ വഴി എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത്രയ്ക്കൊരു വലിയ അവസരം ഇങ്ങനെ കിട്ടി. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് സിജോ സാറിന് പോകണമെന്നാണ്. കാരണം സിജോ സാറ് ഹി റെക്കമെൻഡഡ് മീ. ശരി, ഇതിനു മുൻപ് നമ്മൾ ശ്രമിച്ചിട്ടും നടന്നില്ല, പക്ഷേ അത് നമ്മളിലേക്ക് എത്തുകയാണ് ചെയ്തത് അല്ലേ? ശരി, നമ്മൾ വേൾഡ് യൂത്ത് പാർലമെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്തൊക്കെയായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചിരുന്നോ? ഒരു ഐഡിയ കിട്ടി കാണും കോളേജിൽ നിന്ന്, ഇപ്പോൾ സിജോ സാറൊക്കെ പറഞ്ഞു തന്നു കാണുമെല്ലാം. എന്നാൽ പോലും നമുക്ക് അവിടെ ചെല്ലുമ്പോഴുള്ള ഒരു അവസ്ഥയും നമ്മൾ മനസ്സിലാക്കിയതും തമ്മിലൊരു വ്യത്യാസം കാണുമല്ലോ, അതുണ്ടായിരുന്നോ അങ്ങനെ? നമുക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് അവിടെ ആക്ച്വലി വേൾഡ് പാർലമെൻറ്റ് നടക്കേണ്ട രീതിനേക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമായിരുന്നു അവിടെ നടന്നിരുന്നത്. അപ്പോൾ ജനറലി ഇൻസ്ട്രക്ഷൻ ബേസ് ചെയ്ത് അത്യാവശ്യം നല്ല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവരത് നമ്മളോട് ഡീറ്റെയിൽസ് പറഞ്ഞ് നമ്മുടെ അടുത്ത് ക്ലിയർ ആക്കി. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ലൈക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഓൾറെഡി യൂത്ത് പാർലമെൻറ്റ് പോയവർ പറഞ്ഞ രീതിയിലായിരുന്നില്ല പരിപാടി. അവരത് കുറച്ച് ഫ്ലെക്സിബിൾ ആക്കി. ബിക്കോസ് വേറെ സ്റ്റേറ്റിൽ നിന്ന് പല ആൾക്കാർ വരുന്നുണ്ട്, കുറച്ച് ലാംഗ്വേജ് ഇഷ്യൂ ഉള്ള ആൾക്കാർ വരുന്നുണ്ട്, ഇൻ്റർനാഷണലി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി എക്സാക്ട്ലി സംസാരിക്കാനൊക്കെ കിട്ടാനുള്ള ടൈമും ഇല്ല. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് 3 day ഇവൻറ്റ്. അപ്പോൾ അവരതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തി. ശരി, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഏതൊക്കെ രാജ്യത്തു നിന്നായിരുന്നു? സുഡാൻ, ടിബറ്റ്, അങ്ങനത്തെ ആ ഒരു ഈസ്റ്റേൺ ഏരിയസിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറേ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ ട്രാവലിങ്ങും അവരുടെ കുറച്ച് സീറ്റിങ്ങും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ സുഡാൻ, കെന്യ, ടിബറ്റ് ഇങ്ങനത്തെ രാജ്യങ്ങളിലായിരുന്നു മെയിനായിട്ട് വന്നിരുന്നത് സ്റ്റുഡൻസ്. അപ്പോൾ അല്പനേരമെങ്കിലും അവരോട് സംസാരിക്കാനും അവരുടെ ഒരു കൾച്ചർ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ അറിയാനും ഒക്കെ ഒരു അവസരം കിട്ടി. നമുക്ക് ആക്ച്വലി യൂത്ത് പാർലമെൻറ്റിൻ്റെ മോർണിംഗ് തൊട്ട് വൈകുന്നേരം വരെ പാർലമെൻ്ററി സെഷൻസ് ആണെങ്കിൽ വൈകുന്നേരം നമുക്ക് കൾച്ചറൽസ് ആയിരിക്കും. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുക? അപ്പോൾ ഫസ്റ്റ് ഡേ കൾച്ചറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കർണാടകക്കാർ നമ്മൾ വന്ന സ്ഥിതിക്ക് അവരുടെ ഒരു കൾച്ചറൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഞങ്ങളത് നല്ലോണം എൻജോയ് ചെയ്തു. ഇപ്പോൾ ഇന്ത്യക്കാർ എത്രയൊക്കെ പറഞ്ഞാലും എത്ര വ്യത്യാസമാണെങ്കിലും ഒന്ന് മ്യൂസിക് കേട്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇങ്ങനെ തുള്ളി തുടങ്ങും. അത് ശരിയാണ്. ഞങ്ങളൊന്നുമില്ല, ഒരു പാട്ട് വന്നു എല്ലാവരും ഇങ്ങനെ ഓ കൊള്ളാം, രണ്ടാമത്തെ പാട്ട് വന്നു ഓ കൊള്ളാം, മൂന്നാമത്തെ പാട്ട് കഴിക്കും എല്ലാവരും സീറ്റിൽ നിന്ന് എണീറ്റു. അപ്പോൾ ബാക്കിലൊക്കെ ഇൻ്റർനാഷണൽ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇതെവിടെ നിന്ന് വന്നു ഇവരൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും അവർ നമ്മുടെ കൂടെ തുള്ളി തുടങ്ങി. അപ്പോൾ ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് അവർ കൺട്രി. നമ്മൾ എത്രയൊക്കെ വ്യത്യാസമാണെങ്കിലും ഭാഷ അറിയില്ലെങ്കിലും ഒന്നും നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിങ്ങനെ ഓണാവും. ഫസ്റ്റ് ഡേ ജസ്റ്റ് കർണാടക മാത്രം ഇങ്ങനെ അവരുടെ കൾച്ചറൽ തീമായിരുന്നു. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും നമ്മളോട് ഓൾറെഡി മുന്നേ പറഞ്ഞു വെച്ചു, ഡു യു വോണ്ട് ടു റെപ്രസെൻറ്റ് എനി കൾച്ചറൽസ് ബേസ്ഡ് ഓൺ യുവർ സ്റ്റേറ്റ്? ഞങ്ങൾ ആന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ സ്റ്റേറ്റുകാർ അവർ ഡാൻസും കളിച്ചു, ഞങ്ങളും പ്രസൻറ്റ് ചെയ്തു. എല്ലാ സ്റ്റേറ്റുകാരും അവർ റെപ്രസെൻറ്റ് ചെയ്ത ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് നല്ല അടിപൊളിയായിരുന്നു. അന്നത്തെ നൈറ്റ് ഇറ്റ് വാസ് എ ലോങ് നൈറ്റ്. വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. എല്ലാ സ്റ്റേറ്റുകാരും പ്രസൻറ്റ് ചെയ്തു, ഇൻ്റർനാഷണൽ ആൾക്കാർ പ്രസൻറ്റ് ചെയ്തു അവരുടെ ഡാൻസ്. ഇറ്റ് വാസ് വെരി പ്രിറ്റി. നമുക്ക് അവരുടെ ഒരു കൾച്ചറൽ നമുക്ക് ആസ്പെക്റ്റ് നമുക്ക് കാണാൻ പറ്റി, ഡയറക്റ്റ്ലി നമുക്ക് കാണാൻ പറ്റി. സോ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ അതിന് ശേഷം മതിയാവാത്തതുകൊണ്ട് അവർ ഞങ്ങൾക്ക് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് DJ ഇട്ടുന്നു. അപ്പോൾ ഞങ്ങളുടെ DJനും തുള്ളി. DJയിൽ എല്ലാവരും ഉണ്ടായിരുന്നു, ഇൻ്റർനാഷണൽ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഇങ്ങനെ കിടന്ന് നല്ലോണം എൻജോയ് ചെയ്തു ആ ഒരു നൈറ്റ്. കാരണം നെക്സ്റ്റ് ഡേ ലാസ്റ്റ് തീം സെഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ വി ആർ ഗോയിങ്. സോ ആ ഒരു നൈറ്റ് ദാറ്റ് വാസ് വണ്ടർഫുൾ. കൾച്ചറൽസ് വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണലി വന്ന സ്റ്റുഡൻസിൻ്റെ കൂടെ ബോണ്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കൾച്ചറൽസ് വഴി കിട്ടി. എനിക്ക് തോന്നുന്നു ഒരു 18-22 ആ ഒരു പ്രായത്തിനുള്ളിലുള്ള കുട്ടികളായിരുന്നു ഓൾമോസ്റ്റ്. ശരി. പിന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ട് നമുക്കെപ്പോഴും ഒരു ടേക്ക് അവേ കാണുമല്ലോ. നമ്മുടെ ജീവിതം മാറി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചു, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടി. അങ്ങനെ ഉണ്ടായത് എന്തെങ്കിലും പറയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ, ആസ് എ NSS വോളണ്ടിയർ നമ്മൾ പബ്ലിക് സർവീസ് ഓൾറെഡി നമ്മൾ മനസ്സിൽ വെച്ച് കാണുന്ന ഒരു ക്വാളിറ്റിയാണ്. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളൊരു വേൾഡ് യൂത്ത് പാർലമെൻറ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോഴത്തേക്കും ഐ ഫീൽ ലൈക്ക് നമ്മൾ കിട്ടുന്ന ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ബി മോർ അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് us. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ജനറൽ അവെയർനെസ് എൻ്റെ ജനറേഷനിൽ കുറവാണ്. ബിക്കോസ് വി ആർ വെരി ഓവർ ഇൻഫോംഡ്. നമുക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റയിൽ പലതും വരും. ഒരു സിനാരിയോനെ പറ്റി പലതും പറയും. നമുക്ക് വാലിഡ് ആയിട്ടുള്ളൊരു റീസോഴ്സ് ഇല്ല ശരി എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. സോ ദാറ്റ് ഈസ് വൺ തിങ്. നമുക്ക് ജനറൽ ഇൻഫർമേഷൻ
കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ്ലി സോഴ്സ് ചെയ്യണം. വി ഷുഡ് ബി വെൽ ഇൻഫോംഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. സെക്കൻഡ് തിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചും കൂടി സർവീസ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു UPSC ആ ഒരു ഡയറക്ഷനിൽ പോകുന്ന ആൾക്കാർക്ക് വെരി ഗ്രേറ്റ് പ്ലാറ്റ്ഫോം ടു ബി ഇൻസ്പയർഡ്. വെരി ഗ്രേറ്റ് പ്ലാറ്റ്ഫോം. ബിക്കോസ് നമുക്ക് ഓരോ തീമിനേക്കാൾ മുന്നേ തീം സ്പെഷ്യലിസ്റ്റുകൾ നമ്മളോട് വന്ന് സംസാരിക്കും. എസ്പെഷ്യലി ഫോർ ഡേറ്റ ആൻഡ് സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി, നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഡേറ്റ മാനേജ്മെൻറ്റ് ഉണ്ട്. ഐ ഡോണ്ട് നോ ദ എക്സാക്ട് നെയിം, ഐ ഹോപ്പ് ദിസ് ഇസ് റൈറ്റ്, ബട്ട് ഇറ്റ്സ് അവിടുത്തെ വൈസ് പ്രസിഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കാണാനും നമ്മളോട് സംസാരിക്കാനും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനും. അപ്പോൾ നമുക്ക് ആളുടെ പേഴ്സ്പെക്റ്റീവിൽ ഡേറ്റ സെക്യൂരിറ്റി പറഞ്ഞു തരുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓപ്പണിംഗ് ന്യൂ ഡോർസ് ടു അസ്. അതേപോലെ തന്നെ ലാസ്റ്റ് ഡേ കർണാടകയിലെ നിയമസഭയുടെ സ്പീക്കർ നമ്മളോട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹി വാസ് ഓൺ ദ പോഡിയം, ഹി വാസ് ടോക്കിംഗ് ടു അസ്. അപ്പോൾ ഹീസ് എ വെരി വെൽ റെസ്പെക്റ്റഡ് മാൻ. പൊതുവേ ലൈക്ക് ഇഫ് യു സീ ദ പൊളിറ്റിക്കൽ സിനാരിയോ, ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് എവർ പാർട്ടി ഹി ഈസ്, എവറിബഡി റെസ്പെക്ട്സ് ഹിം ആസ് എ പേഴ്സൺ. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ആൾ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അത്രയ്ക്കും വലിയ വലിയ ആൾക്കാർ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പം വി ഒബ്സർവ് ദോസ് ക്വാളിറ്റീസ്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയും ഈ യൂത്ത് പാർലമെൻറ്റിൽ നിന്ന് കിട്ടും. സോ നോ മാറ്റർ ഹൗ എവർ ദ പ്രോഗ്രാം വെൻറ്റ്, നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടാനായിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴൊക്കെ ഐ തിങ്ക് ആസ് യൂത്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലേസ് ടു ബി ഇൻസ്പയർഡ് ടു ഡു സംതിങ് ഫോർ ദ സൊസൈറ്റി, ഫോർ യുവർ സെൽഫ്. അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ്. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് ശേഷം എനിക്ക് NSSനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് കുറച്ച് കൂടി. ഇൻ ദ സെൻസ് ബിക്കോസ് എവറി സിംഗിൾ ഓപ്പർച്യൂണിറ്റി ആയാലും ഇറ്റ്സ് ടേക്കിംഗ് മീ ടു പ്ലേസസ്. ഞാൻ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് എനിക്ക് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് അതിനുള്ള ഒരു മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും NSSലേക്കുള്ള കമ്മിറ്റ്മെൻറ്റ് കൂടി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു മുൻപ് NSSൽ ജോയിൻ ചെയ്യാൻ കാരണം എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാൽ എനിക്ക് NSS എന്താണെന്ന് കൃത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സ്കൂളിൽ +1 +2 NSS ഉണ്ടായിരുന്നില്ല. കോളേജിൽ കയറിയപ്പോൾ ഞാൻ NSSനെ പറ്റി അറിഞ്ഞു. NSSൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കാണുമ്പോൾ നമുക്ക് അവരുടെ ഒരു വർക്ക്, ലിറ്റിൽ ബിറ്റ് ഓഫ് ഹ്യൂമാനിറ്റേറിയൻ വർക്ക്. അപ്പോൾ കോളേജിലെ ക്ലാസ് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഈ പരിപാടിക്കൊക്കെ പോകാൻ വലിയ കുഴപ്പമൊന്നുമില്ല, ലീവൊക്കെ കിട്ടും, നമുക്ക് ഡ്യൂട്ടി ലീവൊക്കെ കിട്ടും. ഞാൻ അങ്ങനെയൊക്കെ മനസ്സിൽ ഓർത്തിട്ടാണ് NSSലേക്ക് കയറിയത്. പിന്നെ എൻ്റെ കുറേ പ്രിയപ്പെട്ട സീനിയേഴ്സൊക്കെ NSSലായിരുന്നു. സോ ദേ വർ ലൈക്ക് NSS ഇസ് എ ഗുഡ് പ്ലേസ്, ലൈക്ക് ഗ്രേറ്റ് ഫോർ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, നല്ല പ്ലേസാണ്. പിന്നെ ക്യാമ്പൊക്കെ അടിപൊളിയാണ്, NSSൻ്റെ ക്യാമ്പൊക്കെ എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ബേസിസിൽ ക്ലാസ് കട്ട് ചെയ്യാം, ഒരു ക്യാമ്പിനും പോയിട്ട് വരാം, ആ ഒരു സ്ഥിതിയിൽ കയറാമെന്ന് വെച്ച് ആ ഒരു മൈൻഡിൽ തീരെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ കയറിയ ഒരു ക്ലബ് ആണ് NSS കോളേജിലത്തെ. ഒടുവിൽ അത് നമ്മളെ ഷേപ്പ് ചെയ്യാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലൈഫിനെ മാറ്റിമറിച്ചു. ഡെഫിനറ്റ്ലി NSS ഇസ് എ ഗ്രേറ്റ് പ്ലേസ് ഫോർ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. അതായത് എൻ്റെ കുറേ ഫ്രണ്ട്സ് NSS ക്യാമ്പിൽ വന്നവരധികം ആരോടും മിണ്ടില്ല, സംസാരിക്കില്ല. അത്ര ഓപ്പൺ ആയിട്ടുള്ള അല്ലാത്ത ആൾക്കാരൊക്കെ ആ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം NSS പരിപാടികളിലേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. ലൈക്ക് അത് കോളേജിലത്തെ സ്റ്റുഡൻസ് വേറെ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് പറയും, ഇവനൊന്നും കണ്ടാൽ ചിരിക്കത്തില്ല, കണ്ടാൽ ഇങ്ങനെ മൈൻഡ് ആക്കത്തില്ല. ബട്ട് ആഫ്റ്റർ NSS ക്യാമ്പ് നമുക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടി കഴിയുമ്പോഴത്തേക്കും ആൾക്കാരെ നമ്മൾ കണ്ടിങ്ങനെ ചിരിക്കും. അറിയില്ലെങ്കിലും നമ്മൾ ചിരിക്കും, അറിയാതെ പോയാൽ നമ്മൾ ചിരിക്കും. നമുക്കിങ്ങനെ ഒരു ഹെസിറ്റേഷൻ ഇല്ല ഒരാളോട് സംസാരിക്കാനോ ഇനിഷ്യേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോയി ചമ്മിയാലും കുഴപ്പമില്ല. NSSൽ പിന്നെ അങ്ങനെയാണല്ലോ, ക്യാമ്പിൽ പിന്നെ ഇതാവും, ലൈക്ക് വി വിൽ ഫേസ് എവറിത്തിങ്. എങ്ങനെ ചമ്മൽ നേരിടാമെന്നും കൂടെ പഠിച്ചു. അതെ, യെസ്, എങ്ങനെ ചമ്മലൊക്കെ നേരിടാമെന്നുള്ളൊരു കാര്യമാണ് മെയിനായിട്ട് നമ്മൾ അവിടെ പഠിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണലി. കാരണം ഈ ചമ്മലാവെന്ന് വെച്ചിട്ടാണ് ആരും പുറത്തേക്ക് വരാത്തതും സ്റ്റെപ്സ് ഫ്രണ്ടിലോട്ട് എടുക്കാത്തതും. സോ അത് ആ ഒരു സ്റ്റേജ് കടന്നു കഴിഞ്ഞാൽ പിന്നെ വി ആർ ലൈക്ക് ഓക്കെ, നമുക്ക് എന്തും ചെയ്യാം, ഇത് ചെയ്യണം അത് ചെയ്യാം, റോട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പറക്കണോ ചെയ്യാം, വെള്ളത്തിൽ ഇറങ്ങി എന്തെങ്കിലും പറക്കണോ ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് ഓൾ യെസ്. കാരണം ആ ഒരു ആഫ്റ്റർ ദാറ്റ് വൺ പോയിന്റ് നമ്മൾ എല്ലാത്തിനും യെസ് ആയിരിക്കും. ശരി. അപ്പോൾ NSSൽ ആദ്യം ചേർന്ന ഗായത്രി അല്ല ഇപ്പോൾ? അല്ല, ഒരുപാട് മാറിയല്ലേ നമ്മുടെ മനോഭാവം തന്നെ. ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത ഗായത്രി ജയൻ കൃഷ്ണനുമായുള്ള അഭിമുഖം.
നിർവഹണം റിയ. സഹകരണം അരുൺ സി പ്രകാശ്. യുവവാണി സമാപിക്കുന്നു.